ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ രമാരാഘവൻ. അപ്പോൾ നമുക്കിന്ന് ഒരു മീൻ കറി ഉണ്ടാക്കുകയാണ്. ഒരു ഉണക്കമീൻ കറിയാണ് ഇന്ന് വെക്കുന്നത്. അതിലിപ്പോൾ ഈ വലിയ മഴയൊക്കെ ആയപ്പോൾ മീനൊന്നും കിട്ടാനില്ല, പച്ചമീൻ. അത് കാരണത്താൽ ഇന്ന് ഉണക്കമീൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് കാണിക്കുകയാണ്. അതിന് കുറച്ച് സാധനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്, അതെല്ലാം കാണിക്കാം. ആദ്യമേ തന്നെ കുട്ടൻ മീനെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കഴുകി. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയിട്ട് മാറ്റി വയ്ക്കുന്നു. ഒരു സവാള, പച്ചമുളക്, സ്വല്പം കറിവേപ്പില, ഒരു 2 അല്ലി കൊടംപുളി കഴുകിയിട്ട് അതെടുത്ത് വെച്ചിരിക്കുന്നു, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇഞ്ചി 1/2 ഇഞ്ച് ചതച്ചതും 3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ടൊമാറ്റോ 1 കണ്ടിച്ചതും, ബാക്കിയുള്ള പൊടികളൊക്കെയാണ്. മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഉപ്പ്, ഈ വകയൊക്കെയാണ്. ഈ ഒരു സിമ്പിൾ സാധനങ്ങൾ കൊണ്ട് ഒരു കറി, ഉണക്കമീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരുന്നു. എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ഞാൻ എൻ്റെ അറിവ് നിങ്ങൾക്കും പകർന്നു തരുന്നു. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ചു. ചട്ടി പോലുള്ള ഒരു ചീനിച്ചട്ടിക്കകത്താണ് ഈ മീൻ കറി വയ്ക്കുന്നത്. അത് കാണിച്ചു തരാം. ഓക്കെ. കടുക് എടുത്തില്ല, മറന്നുപോയി. കടുക് എടുക്കട്ടെ. കടുക് ഇതിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും കടുകിട്ട് പൊട്ടിച്ചിട്ട് സവാള വഴറ്റിയെടുക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ഞാൻ സ്റ്റാർ മേക്കറിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതിന് സമയം ചെലവഴിക്കണം. പാട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ശരിയായി കിട്ടണം. കിച്ചൻ്റെ പരിപാടികളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതും നടക്കണമല്ലോ, നമുക്ക് കിച്ചൻ്റെ പരിപാടികളും അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ഇവിടെ പഞ്ചാബിൽ കുറേ കൂട്ടുകാരികളുണ്ട്. എല്ലാവരും വിളിക്കാറൊക്കെ ഉണ്ട്. എൻ്റെ ഈ കിച്ചൻ്റെ പരിപാടി ഇനി അടുത്തത് നമുക്ക് ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടിരിക്കുന്ന ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാനുള്ള ആഹാരം റെഡിയാക്കുന്നതാണ്. ഇനി അടുത്ത് വീണ്ടും ആ ഐറ്റംസ് ഒന്നുകൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല പ്രോട്ടീൻ ആഹാരങ്ങൾ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രയോജനമാകുമെങ്കിൽ ആകട്ടെ, അല്ലേ. ഉള്ളി ഒന്ന് സ്വല്പം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മീൻകറി എളുപ്പമായിരിക്കും, നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ എല്ലാവരും എന്തു പറയണു? ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. രാവിലെ ഒന്ന് മഴ പെയ്ത് തോരും, വീണ്ടും മഴ, ഈ സമയത്തും മഴ, ഇടയ്ക്കങ്ങ് കരണ്ട് പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്കൊക്കെ ഇതുപോലെ ഉണക്കമീൻ കറിയും കപ്പ വേവിച്ചതും ഒക്കെ ഉണ്ടല്ലേ, നല്ല രസമാണ് കഴിക്കാനായിട്ട് ഈ മഴക്കാലത്ത്. കപ്പ വേവിച്ചത്, നല്ല ആറ്റുമീൻ കറി. ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ ആറൊക്കെ ഉണ്ട്, നല്ല ഫ്രഷ് ആറ്റുമീനൊക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പം കിട്ടുന്നില്ല. ഇപ്പം എന്തോ കിട്ടുന്നില്ല. നേരത്തെയൊക്കെ നല്ല മീനൊക്കെ, ആറ്റുമീൻ, പുഴമീനൊക്കെ പുഴമീനും ഈ കപ്പ വേവിച്ചതും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അല്ലേ.
അപ്പോൾ ഇനിയും പുഴമീനൊക്കെ വരുമ്പോൾ പുഴമീനൊക്കെ ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓരോ നാട്ടിലും ഓരോ ടൈപ്പിലല്ലേ ആഹാരങ്ങളുണ്ടാക്കുന്നത്. പിന്നെ അവിയൽ, സാമ്പാർ, തോരനൊക്കെ ഇതൊരു മെത്തേഡാണ്. മീൻകറിയൊക്കെ പല ടൈപ്പിലൊക്കെ, അതുപോലെ തോരനും വെക്കാൻ പല ടൈപ്പിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പഞ്ചാബി ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ആലു പൊറോട്ടയുണ്ട്, പനീർ സബ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ കറിയാണ്. ഈ സബ്ജി എന്ന് പറയുന്നത് കറി എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഓരോ ഐറ്റംസ് അച്ചാറുകളുണ്ട്. അതൊക്കെ എല്ലാം ഇനിയിപ്പം പഞ്ചാബിലൊക്കെ നല്ല ചൂട് കാലാവസ്ഥയ്ക്ക് നല്ല നല്ല മാങ്ങ ഒക്കെ കിട്ടും. അത് കടുകെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കും. കടുകെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ അത് 2-3 വർഷം വരെ, കുറഞ്ഞത് 2-3 വർഷം വരെയും കേടാകാതിരിക്കുന്ന ടൈപ്പിൽ മാങ്ങ ഉണ്ടാക്കി ഭരണിയിലിടുന്നത്. അത് വേറൊരു ടൈപ്പായിട്ടാണ് അവർ ഈ ഉണ്ടാക്കുന്നത്, മാങ്ങ ഉണ്ടാക്കുന്നത്. അത് പെരിഞ്ജീരകം, കുരുമുളക്, കരിഞ്ജീരകം, മഞ്ഞൾ, കടുകെണ്ണ, ഉപ്പ്, ഇതൊക്കെ എല്ലാം ഇട്ട് പുരട്ടി നല്ലതായിട്ട് ഈ മാങ്ങയ്ക്കകത്ത് അങ്ങ് ഇടും. അങ്ങനെയാണ് ആ മാങ്ങ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. മാങ്ങ വാങ്ങട്ടെ. അപ്പോൾ അത് വേറൊരു രീതിയിലാണ് അതൊക്കെ തയ്യാറാക്കുന്നത്. ആ അച്ചാറൊക്കെ എന്ന് പറയുന്നത് റൊട്ടി കഴിക്കാൻ അതിൻ്റെ ഒരു പീസ് മതി, അത്രയ്ക്ക് സ്വാദാണ്. പിന്നെ പഞ്ചാബീസ് ഒരുപാട് ഉപ്പ് കോരി ഇടും. അതിൽ ഉപ്പ് കോരി ഇടുന്ന കാരണത്താലാണ് ഒത്തിരി ചീത്തയാകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ആ അച്ചാറിന് ഒത്തിരി ഉപ്പുണ്ടെങ്കിലും അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക മണവും കൂടെ വരുന്നത്. ചിലർക്കൊക്കെ പിടിക്കും. നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. അത് കൂടുതലും പഞ്ചാബീസാണ് കഴിക്കാറുള്ളത്. ആ റൊട്ടിയുടെ കൂടെ അവർക്ക് ഒരു അച്ചാറുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വേറെ കറികളൊന്നും തന്നെ വേണ്ട. ആ ഒരു അച്ചാറിൽ തേച്ചാണ് ഇവർ ഈ ഒരു റൊട്ടി കഴിക്കുന്നത്. പ്രത്യേകിച്ച് പൊറോട്ട, ആലു പൊറോട്ടയുണ്ട്. ആലു പൊറോട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു അച്ചാറും തൈരും ഉണ്ടെങ്കിൽ പഞ്ചാബീസ് അധികം തേങ്ങ ഉപയോഗിച്ചുള്ള കറികളല്ല. പക്ഷേങ്കിൽ അവരുടെ കറികളൊക്കെ നല്ല ടേസ്റ്റിയാണ്, നമുക്ക് കഴിക്കാൻ തോന്നും. ഈ പനീർ കറികൾ അതുപോലെ തന്നെയാണെങ്കിലും ചിക്കൻ ഉണ്ടാക്കുന്നത്, തന്തൂരി ചിക്കന്, ചില്ലി ചിക്കന്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് പ്രത്യേക. പിന്നെ നമ്മളിവിടെ കേരളീയർ ചെറുതായിട്ട് നല്ലതായിട്ട് ഞുറുക്കി ഇടുന്നത് പോലല്ല. അവിടെ വലിയ വലിയ പീസാണ് എടുക്കുന്നത്, വലിയ പീസാണ് ഈ കറികൾക്കൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ചിക്കൻ്റെ കരളുണ്ടല്ലോ, ലിവർ നമുക്ക് കിട്ടുന്ന ഒരു കോഴിയുടെയൊക്കെ ഒരു ലിവറൊക്കെ അവിടെ അങ്ങനെയല്ല. അവിടെ പ്രത്യേക ലിവർ ഈ ചിക്കൻ്റെ കിട്ടുമെന്നുള്ളതാണ്, പ്രത്യേക ലിവർ. അത് ആ ലിവർ വെച്ചവർ പ്രത്യേക ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ ലിവർ നല്ലതായിട്ടത് അവർ വറുത്തെടുക്കും, നല്ല ടേസ്റ്റാണ് ഈ ലിവർ വെച്ച്. അതുപോലെ തന്നെ ചിക്കന് പക്കോട എന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ ഈ പഞ്ചാബീസ് പറയുന്നതാണ് പക്കോട എന്നാണ്. പക്കോട എന്ന് പറഞ്ഞാൽ പക്കാവട ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ഉള്ളി വഴറ്റി കഴിഞ്ഞു. നമ്മളിപ്പോൾ തക്കാളിക്കായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുമാണ് അങ്ങോട്ട് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമ്മൾ അങ്ങോട്ട് ഇളക്കുകയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴന്ന് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അതൊന്ന് വഴന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങും കൂടെ അതിലിട്ട് ഇളക്കുകയാണ്. അപ്പോഴേ ഈ ഉരുളക്കിഴങ്ങ് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട്
നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. ഓക്കെ, അപ്പം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മഞ്ഞളും ഉപ്പും ഇട്ട ടൊമാറ്റോ ഒക്കെ ഇട്ടല്ലോ നമ്മൾ ഉരുളക്കിഴങ്ങും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇത് 3 സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, സ്വല്പം കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുകയാണ്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം അപ്പം ഒന്നിളക്കി അതിനകത്ത് ഒരു സ്വല്പം വെളിച്ചെണ്ണയോട് അങ്ങോട്ട് ഒഴിക്കുന്നേ. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇളക്കി കഴിഞ്ഞിട്ട് സ്വല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുളി കുതിർത്തിരുന്ന പുളിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കണ്ടിച്ച് വെച്ച കഷ്ണം മീനും കൂടെ അങ്ങോട്ട് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞ് സ്വല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. അപ്പോഴത് അവിടെ ഇരുന്ന് ശരിക്കും ആകട്ടെ. നമ്മൾ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് തന്നെ മതി. ഉപ്പ് ഒത്തിരി ഇടാൻ പാടില്ല, കാരണം ഉണക്ക മീനായതുകൊണ്ട് അതിന് ഉപ്പ് കാണുമായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു സ്വല്പം ഉപ്പ്, ഒരു നുള്ള ഉപ്പാണ് ഇടുന്നത്. ഒരു നുള്ള ഉപ്പ് ഇതിലിടുകയാണ്. അപ്പോൾ അത് എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് വെന്ത് ശരിയായി വരണം. ശരിയായിട്ട് വരുമ്പോൾ നമ്മൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും അങ്ങനെ പഞ്ചാബിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പഞ്ചാബിലെ ഡിഷൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത പ്രോഗ്രാമിന് അതാണ് ചെയ്യുന്നത്. പഞ്ചാബി ഡിഷ് ചെയ്യുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഉണക്കമീനാകുമ്പോൾ വലിയ വേവൊന്നുമില്ല, എങ്കിലും നല്ലതായിട്ട് വേകണ്ട മീനല്ലേ, നല്ലതായിട്ട് വേകണം. ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് വെന്ത്
വൃത്തിയായി വരുമ്പോൾ നമ്മളിത് കപ്പയുടെ കൂടെ ഉപയോഗിക്കാം. അതല്ലാതെ ചോറിൻ്റെ കൂടെ ഈ ചാറ് കൂട്ടിയൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി വെക്കണം. എല്ലാവർക്കും അറിയാം, എല്ലാ ഡിഷുകളും അറിയാം കേരളത്തിലെ. എന്നിരുന്നാലും എനിക്കുള്ള അറിവ് ഞാൻ എല്ലാവർക്കും പകർന്നു തരുന്നു എന്നേ ഉള്ളൂ. ഈ അറിവ് ഇഷ്ടപ്പെടും എന്ന വിചാരണയോടെ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനൊരു കിച്ചൻ്റെ പരിപാടി ഇടുന്നത്. ഇനി എന്നാൽ അറിയാവുന്ന എല്ലാ ട്രിക്കുകളും പറഞ്ഞു തരാം. ചില കറികൾക്കുള്ള ട്രിക്കുകളുണ്ട് വേറെ, നല്ല നല്ല മണം വരാനും നല്ല കൈപുണ്യമായിട്ട് എടുക്കാനും ഒക്കെയുള്ള ട്രിക്കുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിൽ പറയും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോഴാണത്. ലൈക്ക് ചെയ്യണം, നല്ലതായിട്ടത് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു ഡിഷ് പറഞ്ഞു തരുമ്പോൾ എല്ലാവരും അതിനെ ലൈക്ക് തരണം, എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം. എന്നിരുന്നാലേ നമുക്ക് ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ജ്യൂസുകൾ തയ്യാറാക്കുന്നുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കഴിച്ച് എല്ലാവരും, ഷുഗറുള്ളവരൊക്കെ എല്ലാവരും അസുഖമൊക്കെ മാറിയിട്ടിരിക്കട്ടെ. അതല്ലേ ഒരു സന്തോഷം അല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതല്ലേ വേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടുതലും ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഇനിയും പറയുന്നുണ്ട്. ഇത് ഷുഗർ പേഷ്യൻറ്റിനായിട്ടുള്ളതല്ല. ഇത് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് ഉരുളക്കിഴങ്ങ് കഴിക്കരുത്. അല്ല, ഇതിൻ്റെ ചാറോ മീനോ വല്ലതും ഒന്ന് കഴിക്കാം. എന്നിരുന്നാലും ഉരുളക്കിഴങ്ങ് ആര് കഴിക്കരുത്? ഷുഗർ പേഷ്യൻ്റ് കഴിക്കരുത്. ഒരു ഉരുളക്കിഴങ്ങില്ലാത്ത കറികളെ ഒക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഞാനിനി അടുത്തതിൽ ഉലുവാ തോരൻ ഒന്നുകൂടെ വെക്കുന്നുണ്ട്. ഉലുവാ തോരന് അന്ന് ഞാൻ വെച്ച വീഡിയോ പിടിച്ചില്ല. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, വീഡിയോ പിടിച്ചൊന്നും പരിചയമില്ല. ഒരു കൈ കൊണ്ട് ഞാൻ മൊബൈൽ പിടിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ഇട്ട് കാണിക്കുന്നത്. അപ്പോഴങ്ങനെ മീൻകറി നമ്മുടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഈ മീൻകറി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇതിനകത്തൊരു സംഭവം ഞാൻ ഒന്നുകൂടി ഇടുന്നുണ്ട്. സ്വല്പം ഉലുവ പൊടിച്ചതും കൂടാണ് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കുന്നത് കേട്ടോ. സ്വല്പം ഉലുവാപ്പൊടി അങ്ങോട്ട് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്വല്പം വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ ഈ ഉലുവാപ്പൊടിക്ക് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ ഇത് നല്ല അടിപൊളിയാണ്. ചോറ് കഴിക്കാൻ വേറെ വേണ്ട, ഈ ചാറൊക്കെ കൂട്ടി ചോറ് അങ്ങോട്ട് കഴിക്കാൻ നല്ലതാണ്. ഒരു സ്വല്പം ഇതിൻ്റെ കൂടെ ഇച്ചിരി പുളിശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ആഹാരം, ഈ മീൻകറി റെഡിയായിരിക്കുന്നു. ഈ മീൻകറി നമുക്ക് ഇനിയും തിളച്ചൊക്കെ വരുന്നത്. ഇനി ഞാൻ കരിയാപ്പല ഇട്ട് വെച്ചത്, ഇതിനകത്ത് കരിയാപ്പല ഇട്ടിരുന്നു കേട്ടോ. ഒരു സ്വല്പം കരിയാപ്പലയും കൂടെ അങ്ങനെ അങ്ങോട്ട് ഇടുന്നത് നല്ലതാണ്. ഇനി ഫ്രിഡ്ജിലിരിക്കുകയാണ് കരിയാപ്പല. ഇനി അതിനായിട്ട് ഞാൻ ഓടിപ്പോകട്ടെ, ഫ്രിഡ്ജ് തുറന്ന് കരിയാപ്പല എടുക്കണമെങ്കിൽ സ്വല്പം എടുക്കാം. ഫ്രിഡ്ജ് തുറന്ന് അങ്ങോട്ട് കരിയാപ്പല എടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതിനും ഒരു കുറവൊന്നും വേണ്ട അല്ലേ? ഫ്രിഡ്ജ് തുറന്നു. അപ്പോൾ കരിയാപ്പല ഞാൻ നേരത്തെ കുറച്ച് ഇട്ടിരുന്നത് കരിയാപ്പലയെല്ലാം അങ്ങ് തീർന്നു പോയായിരുന്നു. അപ്പോൾ ഇത് വേണ്ട നല്ല പച്ച മീൻ തോറ്റുപോകും, അതുപോലുള്ള ഉണക്കമീൻ കറിയാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉണക്കമീൻ കറി എല്ലാവരും ടേസ്റ്റ് ചെയ്യുമല്ലോ എന്നുള്ള വിചാരത്താൽ ഞാൻ പറയുന്നത് കണ്ടോ. നല്ല ടൊമാറ്റോ നല്ല ഇതായിട്ടിരിക്കുന്ന, ആർക്കും ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ അടുത്ത പരിപാടിയും കൊണ്ട് ഉടനെ വരുന്നതായിരിക്കാം. ഓക്കെ, ഇതൊന്ന് തൊട്ട് നിങ്ങൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനല്ല, നിങ്ങൾക്കായിട്ടുണ്ടാക്കിയ നമ്മുടെ കിച്ചണാണ്. നമ്മുടെ കിച്ചണിൽ നിങ്ങൾ തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയൊന്ന് കപ്പ വേവിച്ചിട്ട് ഇങ്ങനൊരു ഉണക്കമീൻ തയ്യാറാക്കണം. അതിന് വലിയ ഒത്തിരി മീനൊന്നും വേണ്ട. ഒരു 2-3 മീനുണ്ടെങ്കിൽ അത് അയലയാണേലും കുട്ടനാണെങ്കിലും ഇച്ചിരി മാംസമുള്ള മീൻ എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കിയിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് ഒരു പ്രചോദനം തന്നെങ്കിലേ എനിക്ക് മുന്നോട്ടും നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ഒരു സമ്മതമാണ്, നിങ്ങളുടെ ഒരു ലൈക്കാണ് എനിക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടം, നിങ്ങളുടെ ഒരു മെസ്സേജ്, നിങ്ങളുടെ എല്ലാം എന്നെങ്കിലേ നമുക്ക് പുതിയ പുതിയ ആഹാരങ്ങൾ വയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. ഓക്കെ, ബൈ ബൈ.